ഇടുക്കി രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് സിപിഎം മുൻ എംഎൽഎ എസ് രാജേന്ദ്രൻ ഇന്ന് ഔദ്യോഗികമായി ബിജെപിയിൽ ചേരുന്നു. ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിൽ നിന്നാണ് അദ്ദേഹം അംഗത്വം സ്വീകരിക്കുക. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇത് സംബന്ധിച്ച ചർച്ചകൾ തിരുവനന്തപുരത്ത് സജീവമായിരുന്നു. രാജീവ് ചന്ദ്രശേഖറുമായി രാജേന്ദ്രൻ നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് ബിജെപി പ്രവേശനം സംബന്ധിച്ച അന്തിമ തീരുമാനമുണ്ടായത്. തോട്ടം തൊഴിലാളി മേഖലയിൽ ശക്തമായ സ്വാധീനമുള്ള നേതാവാണ് എസ് രാജേന്ദ്രൻ. 3 തവണയായി 15 വർഷത്തോളം ദേവികുളം മണ്ഡലത്തെ പ്രതിനിധീകരിച്ച അദ്ദേഹം സിപിഎമ്മിന്റെ ഇടുക്കിയിലെ ഏറ്റവും പ്രമുഖനായ നേതാക്കളിൽ ഒരാളായിരുന്നു. എന്നാൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി പാർട്ടിയുമായി അദ്ദേഹം കടുത്ത അകൽച്ചയിലായിരുന്നു. 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥിയായിരുന്ന എ രാജയെ തോൽപ്പിക്കാൻ ശ്രമിച്ചുവെന്ന ഗുരുതരമായ ആരോപണം രാജേന്ദ്രനെതിരെ ഉയർന്നത്. പാർട്ടി നടത്തിയ അന്വേഷണത്തിൽ അദ്ദേഹം വോട്ട് ഭിന്നിപ്പിക്കാൻ ശ്രമിച്ചുവെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് 1 വർഷത്തേക്ക് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. സസ്പെൻഷൻ കാലാവധി കഴിഞ്ഞിട്ടും രാജേന്ദ്രനെ പാർട്ടിയിലേക്ക് തിരിച്ചെടുക്കാൻ നേതൃത്വം തയ്യാറായിരുന്നില്ല. ഇതേ തുടർന്ന് CPM ജില്ലാ നേതൃത്വവുമായി അദ്ദേഹം കടുത്ത പോരാട്ടത്തിലായിരുന്നു. തന്നെ പുറത്താക്കാൻ ചില പ്രാദേശിക നേതാക്കൾ ഗൂഢാലോചന നടത്തുകയാണെന്ന് അദ്ദേഹം പലപ്പോഴും ആരോപിച്ചിരുന്നു. മൂന്നാറിലെയും ദേവികുളത്തെയും തമിഴ് വംശജരായ വോട്ടർമാർക്കിടയിൽ രാജേന്ദ്രനുള്ള സ്വാധീനം വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ ബിജെപിക്ക് വലിയ മുതൽക്കൂട്ടാകുമെന്നാണ് കരുതപ്പെടുന്നത്. ഇടുക്കി ജില്ലയിൽ ഇതുവരെ വലിയ സ്വാധീനമില്ലാത്ത ബിജെപിക്ക് രാജേന്ദ്രന്റെ വരവ് വലിയ ആത്മവിശ്വാസം നൽകുന്നുണ്ട്. ബിജെപിയിലേക്ക് പോകുന്നത് വ്യക്തിപരമായ നേട്ടങ്ങൾക്കല്ലെന്നും മറിച്ച് ഇടുക്കിയിലെയും മൂന്നാറിലെയും ജനങ്ങളുടെ പൊതുവായ ആവശ്യങ്ങൾ ഉന്നയിക്കാനാണെന്നുമാണ് രാജേന്ദ്രൻ മാധ്യമങ്ങളോട് പറഞ്ഞത്. വനസംരക്ഷണ നിയമം, തോട്ടം തൊഴിലാളികളുടെ ലയങ്ങളുടെ വികസനം തുടങ്ങിയ വിഷയങ്ങളിൽ ബിജെപി കേന്ദ്ര നേതൃത്വത്തിൽ നിന്ന് ഉറപ്പ് ലഭിച്ചതായും അദ്ദേഹം സൂചിപ്പിച്ചു. അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ താൻ ദേവികുളം മണ്ഡലത്തിൽ മത്സരിക്കില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. പകരം പാർട്ടിയുടെ സംഘടനാ പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് അദ്ദേഹത്തിന്റെ തീരുമാനം. സ്ഥാനമാനങ്ങളല്ല, ജനസേവനമാണ് തന്റെ ലക്ഷ്യമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. CPM വിട്ട് ബിജെപിയിലേക്ക് പോകുന്ന രാജേന്ദ്രന്റെ നീക്കം ഇടുക്കിയിലെ ഇടതുമുന്നണിക്ക് വലിയ തിരിച്ചടിയാണ്. രാജേന്ദ്രനെ പോലൊരു നേതാവിനെ പിടിച്ചു നിർത്താൻ കഴിയാത്തത് പാർട്ടിക്കുള്ളിലെ വിഭാഗീയതയുടെ തെളിവാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. അംഗത്വം സ്വീകരിക്കുന്നതോടെ രാജേന്ദ്രന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ പുതിയൊരു അധ്യായം കുറിക്കപ്പെടും. ഇടുക്കിയിലെ തോട്ടം മേഖലയിൽ ഇനി ബിജെപിയുടെ കൊടികൾ ഉയരുമോ എന്നാണ് കേരളം ഉറ്റുനോക്കുന്നത്.